പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദുഃഖശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കുരിശൻ ചുവട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി തീർന്ന ഈശോനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ കരം പിടിച്ച് കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തിലൂടെ ഉള്ള വിശുദ്ധീകരണത്തെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ കുർബാനയായി തീർന്ന ഈശോനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടുകൂടെ നമുക്ക് ഇന്നേ ദിവസം ആരാധിക്കാം. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി നീ തീർന്നല്ലോ. ഞങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി നീ നിന്നെ തന്നെ അർപ്പിച്ചല്ലോ. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങൾ തരുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ദുഃഖശനിയാഴ്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദുഃഖശനിയാഴ്ച ദിവസം നമ്മുടെ അമ്മയാകുന്ന പരിശുദ്ധ അമ്മ കടന്നുപോയ അമ്മയുടെ സഹനങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഇതാ ആ അമ്മ, നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ, ദിവ്യകാരുണ്യനാഥന്റെ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. അമ്മയുടെ മടിയിൽ കടന്നുകൊണ്ട്, അമ്മയുടെ ആ സ്നേഹത്തണലിൽ നിന്നുകൊണ്ട് അമ്മയുടെ തിരുക്കുമാരനെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. സഹോദരങ്ങളെ, നമ്മുടെ അമ്മ എത്രമാത്രം ഇന്ന ദിവസം ദുഃഖിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മ എത്രയോ വാക്ശരങ്ങൾക്ക് മുൻപിൽ മൗനത്തോടെ നിലനിന്നു. ആ ദേശത്തിലുള്ള മനുഷ്യർ ഈശോയെ ഒരു പ്രവാചകനായി കണ്ടിരുന്നവരുണ്ട്, ഈശോയെ ദൈവമായി കണ്ടിരുന്നവരുണ്ട്, ഈശോയെ ഒരു ഗുരുവായി കണ്ടിരുന്നവരുണ്ട്. പലരുടെയും പല ചോദ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മുൻപാകെ എത്തിയപ്പോൾ അവിടെയെല്ലാം അമ്മ മൗനമായി അസഹനത്തെ ദൈവപിതാവിന് സമർപ്പിച്ചു. നമ്മുടെയും ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ, ചില പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് നാളുകളായി ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇതേ ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് എന്റെ ദൈവം മൗനമായി നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ കടന്നുപോയ അതിതീവ്ര ദുഃഖത്തെ ധ്യാനിക്കുവാൻ ദിവ്യകാരുണ്യനാഥൻ ഈ ദുഃഖശനിയാഴ്ച നമ്മോട് ആവശ്യപ്പെടുകയാണ്. അന്നേ ദിവസം ചുറ്റുമുള്ളവരെല്ലാം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തി കാണുന്നിരിക്കുന്ന ദിവസം അമ്മ പതിവ് പോലെ അമ്മയുടെ എല്ലാം പിതാവാം ദൈവത്തിന് സമർപ്പിച്ച് തന്റെ പുത്രൻ കുരിശിൽ ബലിയായി തീർന്നതിലൂടെ സംജാതമായ ആ ദൈവിക രക്ഷ ലോകമറിയണമെന്ന് ധ്യാനിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുന്നു. കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മ ദുഃഖശനിയാഴ്ച യോഹന്നാന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന അമ്മ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി തീർന്ന പരിശുദ്ധ അമ്മ, നമ്മുടെ അമ്മ ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, മകനെ, മകളെ, ഈ ദുഃഖശനിയാഴ്ച നിന്റെ രഹസ്യ സഹനങ്ങളെ, ആരോടും പറയാത്ത നിന്റെ വേദനകളെ നീ എനിക്ക് സമർപ്പിക്കുക. ഞാനത് എന്റെ പുത്രന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് ഈ നിമിഷം ദിവ്യകാരുണ്യനാഥനെ മഹത്വപ്പെടുത്താം. എന്തിനു വേണ്ടിയാ ഈശോ മരിച്ചത്? നമുക്ക് വേണ്ടി. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ഈശോയുടെ നീതിയായി തീരുന്നതിന് വേണ്ടി, ഈശോയുടെ സ്വന്തമായി തീരുന്നതിന് വേണ്ടി. റോമ 8:1 ആകയാൽ
ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്ന പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല. ഇന്ന ദിവസം നമുക്ക് ഐക്യപ്പെടാം. കുരിശിൽ ബലിയായി തീർന്നവൻ, തന്റെ മരണത്തിലൂടെ അവൻ നമ്മളെ ഐക്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ നമ്മളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവോടെ അവന്റെ ആത്മാവിൽ നമുക്ക് ഐക്യപ്പെടാം. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇന്നത് നമ്മളോടും സ്വർഗം തരുന്ന സന്ദേശമാണ്. ഈശോയോട് ഐക്യപ്പെടാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് ഐക്യപ്പെടാം. പരസ്പരമുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന് നമുക്ക് വിധേയപ്പെടാം. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ പെസഹ വ്യാഴാഴ്ച ദിവസം ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ മാതൃക ഇതാണ്. പരസ്പരം വിധേയത്വത്തോടെ, സ്നേഹത്തോടെ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണുക. ഈശോയെ, അങ്ങയുടെ ആ കരുണയുടെ കണ്ണുകൾ, ആ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ കാണുവാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, അവരുടെ കുറവുകളെ മനസ്സിലാക്കി സ്നേഹിക്കുവാൻ ഉള്ള വലിയ കൃപ ഇന്നേ ദിവസം ഞങ്ങൾക്ക് തരണമേ. ഈശോയ്ക്ക് മാത്രം തരാൻ കഴിയുന്ന ആ സമാധാനം ഇതാ ഒഴുകിയിറങ്ങുന്നു. നമുക്കൊന്ന് ആത്മാവിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ നമുക്കൊന്ന് വിശ്രമിക്കാം. എല്ലാ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിക്കാം. നമ്മുടെ ഈശോയ്ക്ക് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വരുവാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല. കാരണം നിന്നോടുള്ള അവന്റെ സ്നേഹം, നമ്മോടുള്ള അവന്റെ സ്നേഹം. സ്വർഗത്തിന്റെ രാജാവായിരുന്നിട്ടും, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെയും സകല ലോകങ്ങളുടെയും അധിപനായിരുന്നിട്ടും അവൻ കുരിശുമരണത്തോളം വിധേയത്വമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. എന്തിനു വേണ്ടി? അവൻ നമ്മെ സ്നേഹിക്കുന്നത് മൂലം. സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി തന്റെ സ്വന്തമാക്കി തീർക്കുന്നതിന് വേണ്ടി ഈശോ ദുഃഖ വെള്ളിയാഴ്ച അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി. ഈശോ കടന്നുപോയ അതിദാരുണമായ പീഡാസഹനങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഈശോയുടെ ശരീരം തെരുവീഥികളിലൂടെ ഇതാ വലിച്ചിഴക്കപ്പെടുന്നു. പരിശുദ്ധ അമ്മയും വിശുദ്ധ മഗ്ദലന മറിയവും വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും ഈശോയുടെ പിൻഗാമികളിൽ പലരും ആ സമൂഹത്തിൽ, ആ തെരുവീഥികളിൽ നിൽക്കുമ്പോൾ ആ തെരുവ് വീഥിയുടെ നടുവിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ഈശോയുടെ ശരീരം, ഈശോയുടെ താടി രോമം ഇതാ വലിച്ചു പറിക്കപ്പെടുന്നു. ഈശോയുടെ ശിരസിൽ ഇരിക്കുന്ന മുൾമുടി പടയാളി വീണ്ടും വീണ്ടും അടിച്ചു താഴ്ത്തുമ്പോൾ ആ മുള്ളുകൾ ഈശോയുടെ ശിരസിലൂടെ ഇതാ ആഴ്ന്നിറങ്ങുന്നു. രാത്രി മുഴുവനും വലിച്ചിഴക്കപ്പെട്ടതിന്റെ, രാത്രി മുഴുവനും
പ്രഹരിക്കപ്പെട്ടതിന്റെ നിദ്രാഭാരവും ലോകം മുഴുവന്റെയും പാപഭാരവും ശരീരവും മനസ്സും ആത്മാവും നമ്മൾ ഓരോരുത്തരുടെയും അതിക്രമങ്ങളുടെയും അകൃത്യങ്ങളുടെയും ശിക്ഷകളും ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ ശരീരം തളർന്നിരിക്കുന്നു. കുരിശോടുകൂടെ അവൻ വീണുപോയ ആ 3 നിമിഷങ്ങളിൽ നമ്മളെ തളർത്തുന്ന എല്ലാ ആധിപത്യങ്ങളുടെയും എല്ലാ അധികാരങ്ങളുടെയും എല്ലാ അന്ധകാര അരൂപികളുടെയും സകല വാഴ്ചകളെയും അതിന്റെ ശിക്ഷകളെയും പരിണിത ഫലങ്ങളെയും സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അവൻ ആ കുരിശോടുകൂടെ നിലത്തോട്ട് വീഴുന്നു. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ നിൽക്കുന്ന നിമിഷം ഇതാ കുറേനക്കാരനായ ശിമയോൻ ഈശോയുടെ കുരിശ് താങ്ങി ഈശോനെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, കാൽവരി കുരിശിൽ നിനക്കും എനിക്കും വേണ്ടി പൂർണ്ണ നഗ്നനായി താൻ സൃഷ്ടിച്ച മനുഷ്യർ, താൻ സൃഷ്ടിച്ച സൃഷ്ടജീവജാലങ്ങൾ, താൻ സൃഷ്ടിച്ച മരങ്ങൾ, ആ മരത്തിൽ നിന്ന് ഉണ്ടാക്കിയ വിശുദ്ധ കുരിശ്, അന്നുവരെ ശാപത്തിന്റെ അടയാളമായിരുന്ന വിശുദ്ധ കുരിശിനെ വിശുദ്ധ കുരിശായി ഈശോ തന്റെ മരണത്തിലൂടെ മഹത്വപ്പെടുത്തി. ഈശോയുടെ കുരിശ് താങ്ങുവാൻ സഹായിച്ച ശിമയോന്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിച്ച് മാനിച്ചുയർത്തി. ഇന്ന് ഈശോയെ, നിന്റെ നാമത്തെ ഉയർത്തുവാൻ, നിന്നെ പാടി പുകഴ്ത്തുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിനായി നന്ദി പറയുന്നു. ഈശോയെ, ഈശോ, അങ്ങേപ്പോലെ ആരാണുള്ളത്? അങ്ങേ മനസ്സിലാക്കുവാൻ ഞങ്ങൾ എത്ര കാതങ്ങൾ, എത്ര നാളുകൾ, എത്രയോ ആഴത്തിലേക്ക്, എത്രയോ ആഴമാകുന്ന സ്നേഹമാണ് അങ്ങ്. അങ്ങേപ്പോലെ മറ്റാരുണ്ട് കർത്താവേ? ഈശോയെ, ദിവികാരുടെ നാഥ, റിവീൽ യുവർ ബ്യൂട്ടി. അങ്ങയുടെ സൗന്ദര്യത്തെ ഇന്നേ ദിവസം ഞങ്ങളുടെ മുൻപിൽ അങ്ങ് വെളിപ്പെടുത്തണമേ. അങ്ങയുടെ സൗന്ദര്യത്തെ ഞങ്ങളുടെ മുൻപിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. നിരവധി മക്കളെ ഈശോ നിമിഷം സമാശ്വസിപ്പിക്കുന്നു, സ്പർശിക്കുന്നു. നിരവധി ശരീരങ്ങളിലേക്ക് അവന്റെ അതിശക്തമായ കരുണ പ്രവഹിച്ചിറങ്ങുന്നു. വിശുദ്ധ ഫൗസ്റ്റിനായുടെ മാധ്യസ്ഥം വെളിപ്പെടുന്നു. പരിശുദ്ധ അമ്മ നിരവധി മക്കളെ നീല കാപ്പ കൊണ്ടിതാ പൊതിഞ്ഞു പിടിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയുടെ ശക്തി ഈ കൂട്ടായ്മയിൽ ഇതാ ഇപ്പോൾ വെളിപ്പെടുന്നു. പരിശുദ്ധ അമ്മ അമ്മയുടെ നീല കാപ്പ കൊണ്ട് നിരവധി മക്കളെ ഒപ്പിയെടുക്കുന്നു, പിടിക്കുന്നു. കുരിശൻ ചുവട്ടിൽ വീണ രക്തത്തുള്ളികൾ ഒപ്പിയെടുത്ത അമ്മയുടെ നീലക്കാപ്പ, ആ നീലക്കാപ്പ കൊണ്ട് അമ്മ ഇന്ന് നിന്നെ പൊതിയുക കേട്ടോ. ഈശോയുടെ അമ്മ നിന്നെ പൊതിയുക, ഈശോയുടെ അമ്മ നിന്നെ പൊതിയുക. ആ നീലക്കാപ്പയ്ക്കകത്ത് ഈശോയുടെ രക്തമുണ്ട്. ആ നീലക്കാപ്പയ്ക്കകത്ത് അമ്മയുടെ സഹനത്തിലൂടെ വെളിപ്പെട്ട ദൈവിക അഭിഷേകമുണ്ട്. ആ നീലക്കാപ്പയ്ക്കകത്ത് ഇന്ന് നിന്റെ എല്ലാ പ്രാർത്ഥനകൾക്കുമുള്ള ഉത്തരം ഈശോ ഇതാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതിതീവ്ര ദുഃഖത്തിലൂടെ പരിശുദ്ധ അമ്മ കടന്നുപോയ ദുഃഖ ശനിയാഴ്ച ഇന്നേ ദിവസം അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ നിന്ന് നിന്റെ ഉള്ളിലേക്ക് ഇതാ അവന്റെ കരുണ, അവന്റെ ശക്തി, അവന്റെ സ്നേഹം ഇതാ വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് അവനെ മഹത്വപ്പെടുത്താം. മാനസിക രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മേ, പരിശുദ്ധ അമ്മ ഇതാ തിരുക്കുമാരനായ യേശു ആ കുടുംബത്തെ സന്ദർശിക്കുന്നു. വലിയ ദുരിതൽ ഭവനങ്ങളിലേക്ക് വെളിപ്പെടുന്നു. മാനസിക സമ്മർദ്ദം, മാനസിക രോഗങ്ങൾ, ഫിക്സ് രോഗങ്ങൾ, മാറാ രോഗങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്കുള്ളിലേക്ക് ദുഃഖശനിയാഴ്ച പരിശുദ്ധ അമ്മ അനുഭവിച്ച അതിതീവ്ര സഹനത്തിനകത്തുകൂടെ വെളിപ്പെടുന്ന ദൈവിക കൃപയുടെ അഭിഷേകം, തിരുകാരുണ്യ നാഥന്റെ സാന്നിധ്യത വെളിപ്പെടുന്നു. നിരവധി മക്കളെ
ഈശോ ആശീർവദിക്കുന്നു. നിരവധി കുടുംബങ്ങളെ ഈശോ ചേർത്ത് പിടിക്കുന്നു. നിരവധി വിടുതലുകളിൽ സംഭവിക്കുന്നു. ഹൃദയത്തിന്റെ ഭാരങ്ങൾ വിട്ടുകൊടുത്തു, മനസ്സിന്റെ വിഷമതകൾ വിട്ടുകൊടുത്തു. ഈശോ ഏറ്റെടുക്കുകയാണ്, ഈശോ ഏറ്റെടുക്കുകയാണ്. ആ കുരിശിൽ ഇതാ ആണി ഈശോയുടെ കരങ്ങളിലേക്ക്, ആ കുരിശോട് ചേർത്ത് ഈശോയുടെ കരം ചേർത്ത് വെക്കപ്പെട്ടിരിക്കുന്നു. ആ കൈകൾക്കുള്ളിലേക്ക് ഇതാ ആണി അടിച്ചു കയറ്റുന്നു, ആണി അടിച്ചു കയറ്റുന്നു, ആണി അടിച്ചു കയറ്റുന്ന നിമിഷം പ്രിയമുള്ളവരെ, കുരിശിൽ ഈശോയുടെ കരങ്ങളിലേക്ക് ആ ആണി അടിച്ചു കയറുന്ന നിമിഷം നിനക്കെതിരെ പോരാടി നിൽക്കുന്ന എല്ലാ അശുദ്ധാത്മ ശക്തികളെയും ഈശോയുടെ കുരിശിൽ ഈ നിമിഷം അവൻ ഏറ്റെടുക്കുന്നത് കാണുക. അവൻ ഏറ്റെടുത്തിരിക്കുന്നു. ആ കുരിശിൽ വെച്ച് അവന്റെ കൈകളിലേക്ക് കൂർത്തയാണികൾ കുത്തിത്തുളയ്ക്കപ്പെട്ടപ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ വ്യാപാരങ്ങളെയും ആധിപത്യങ്ങളെയും ആ കുരിശിനകത്ത് ആ കൈക്കുള്ളിലേക്ക് ആണി തുളയപ്പെടുന്ന നിമിഷം അവൻ ആ ആണിയോട് ചേർത്ത് തറച്ചിരിക്കുന്നു. നിരവധി ഭവനങ്ങളിലേക്ക് ഇതാ ദൈവിക സമാധാനം വെളിപ്പെടുന്നു. നിരവധി ഭവനങ്ങളിലേക്ക് ഇതാ ദൈവിക ശക്തി വെളിപ്പെടുന്നു. നിരവധി കുടുംബങ്ങളിലേക്ക് ഈശോയുടെ ദൈവിക സ്വാതന്ത്ര്യം ഇതാ കടന്നു വരുന്നു. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. റോമ 8:1. കർത്താവിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം. പ്രിയമുള്ളവരെ, ഇന്ന ദിവസം നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഒരിക്കൽ കൂടി ഏറ്റുപറയാം. കാൽവരി കുരിശിൽ എന്റെ ഈശോ പരിഹാര ബലിയായി തീർന്നപ്പോൾ, പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാനയാ അവൻ സ്ഥാപിച്ചപ്പോൾ, ആ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന അപരിശുദ്ധ കുർബാനയായി അവൻ തീർന്നുകൊണ്ട് സകലതും പൂർത്തീകരിച്ചുകൊണ്ട് തന്റെ ആത്മാവിനെ വിശ്വസിക്കുന്ന മക്കൾക്ക് നൽകിക്കൊണ്ട് ഈശോ തന്റെ ഭൂമിയിലെ തന്റെ ശുശ്രൂഷ ജീവിതം 3.5 വർഷക്കാലമുള്ള തന്റെ ശുശ്രൂഷ ജീവിതം ഈശോയുടെ കുരിശിലെ ബലിയിലൂടെ അവനതിന്റെ പൂർണ്ണതയിലേക്ക് തികച്ചിരിക്കുന്നു. ആ പൂർണ്ണതയാകുന്ന പരിശുദ്ധ കുർബാനയ്ക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവന്റെ ജീവന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്നു. സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ പരിശുദ്ധ സഭ പരിശുദ്ധാത്മാവെന്ന സഹായകനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. രക്ഷയുടെ ദിനത്തിനായി നമ്മളെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് മുദ്ര ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ വചനം പറയുകയാണ്, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഇന്ന് ആ സ്വാതന്ത്ര്യം നമുക്കൊരിക്കൽ കൂടി അനുഭവിക്കാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അമ്മയുടെ രക്തക്കണ്ണുനീർ തരുന്ന സന്ദേശങ്ങൾ വേണ്ടവിധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദുഃഖ ശനിയാഴ്ച അമ്മയെപ്പോലെ ഈ ഭൂമിയിൽ ദൈവപിതാവിന്റെ പദ്ധതികൾക്ക് വിധേയത്വത്തോടെ, തിരുക്കുമാരന്റെ ദൗത്യങ്ങൾക്ക് വിധേയത്വത്തോടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയത്വത്തോടെ നമുക്കും ആയിരിക്കാം. പരിശുദ്ധ അമ്മേ, ത്രിലോകരാജ്ഞി, ഈശോനെ കൂടുതൽ മനസ്സിലാക്കുവാൻ അമ്മ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ ഈ ദുഃഖ ശനിയാഴ്ച തുറക്കണമേ. ഞങ്ങൾക്കറിയാം അമ്മ ഒരുപാട് വാക്ശരങ്ങളുടെ മുൻപിൽ, ചോദ്യങ്ങളുടെ മുൻപിൽ മൗനമായി അമ്മ നിന്നിരുന്ന ഈ ദിവസം അമ്മയ്ക്കറിയാമായിരുന്നല്ലോ അമ്മയുടെ പുത്രൻ മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നാൽ അമ്മേ, ഇന്ന ദിവസം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ, ചില വാക്ശരങ്ങളുടെ മുൻപിൽ ഞങ്ങളും പതറിപ്പോകുന്നു. പരിശുദ്ധ അമ്മേ, ഈ ദുഃഖ ശനിയാഴ്ച ദിവസം
അമ്മ പിടിച്ചു നിന്നതുപോലെ ഞങ്ങൾക്കും പിടിച്ചു നിൽക്കുവാനുള്ള കൃപ അമ്മ തിരുക്കുമാരനിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. നിന്ദനങ്ങളുടെയും അപമാനങ്ങളുടെയും വാക്സരങ്ങളുടെയും കോട്ടകൾ ചുറ്റും നിറയുമ്പോൾ അതിന്റെ നടുവിൽ ഞങ്ങളോടൊപ്പം സത്യത്തിന്റെ പൂർണ്ണതയാകുന്ന ദിവ്യകാരുണ്യനാഥൻ ഉള്ളതാണ് ഞങ്ങളുടെ ബലം. ഈശോ, നീ ഉള്ളതാണ് ഞങ്ങളുടെ ബലം. ഈശോ, നീ ഞങ്ങളുടെ കൂടെയുള്ളതാണ് ഞങ്ങളുടെ ബലം. ഈശോ, നീ ഞങ്ങളെ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ ശക്തി. ഈശോ, ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിയുന്നവനെ, ഞങ്ങളെ തേടി കടന്നു വന്നവനെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യനാഥനെ നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. എല്ലാ ദൈവമക്കളും നമുക്ക് വേണ്ടി അർക്കപ്പെട്ട പെസഹ കുഞ്ഞാടിനെ, നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയായി തീർന്നവനെ, നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയവനെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇതാ ഈ കൂട്ടായ്മയിൽ ഒഴുകിയിറങ്ങുന്നു. ഈശോയുടെ സ്നേഹം ഇതാ നിരവധി മക്കളെ സ്പർശിക്കുന്നു. ഈശോയുടെ കരുണ ഇതാ നിരവധി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. സ്വസ്ഥമായി അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്ക് തിരുമണിക്കൂറിൽ വിശ്രമിക്കാം. ഈ ദുഃഖ ശനിയാഴ്ച വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ആ ദൈവീക കൃപയുടെ അഭിഷേകത്തിൽ നമുക്ക് നിറയപ്പെടാം. എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. വിശുദ്ധിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ദിവ്യ സ്വഭാവമാണല്ലോ വിശുദ്ധി. രോഗികളെ കണ്ടപ്പോൾ, പാപികളെ കണ്ടപ്പോൾ, ആർക്കും വേണ്ടാത്തവരെ കണ്ടപ്പോൾ അങ്ങ് ചേർത്ത് പിടിച്ചല്ലോ. വിശുദ്ധ മദർ തെരേസായിൽ അങ്ങയുടെ സ്നേഹം വെളിപ്പെട്ടപ്പോൾ ആ അമ്മയിൽ ഞങ്ങൾ കണ്ട വിശുദ്ധ സ്വഭാവങ്ങൾ, ആ വിശുദ്ധ ജീവിത രീതികൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും ഈ ദുഃഖ ശനിയാഴ്ച അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുന്ന തിരുമണിക്കൂറിൽ ഞങ്ങളുടെ ഉള്ളിൽ അത് ആലേഖനം ചെയ്യണമേ. ആമേൻ. ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആവേ മരിയ. ഈ
സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. വചനം പറയുന്നു, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതെ, ഈശോ നമ്മുടെ സമീപസ്ഥനാണ്. ദൈവപുത്രനായിരുന്നിട്ടും സ്വർഗത്തിന്റെയും ഭൂമിയിലെ രാജാവായിരുന്നിട്ടും അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ മാറോട് ചേർത്ത് നിർത്താനാണ്. രാജാവായിരുന്നിട്ട് കൂടി അവിടുന്ന് ദാസന്റെ ഒരു വേഷത്തിലാണ് വന്നത്. ദാസന്റെ രൂപം ധരിച്ചു. ഓരോ നിമിഷവും അവിടുന്ന് നമ്മളോട് കൂടെയുണ്ടെന്ന് അവിടുന്ന് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അന്ന് ശിഷ്യന്മാരോടുകൂടി എങ്ങനെയാണോ അവിടുന്ന് സഞ്ചരിച്ചത്, അതുപോലെ തന്നെ ഓരോ നിമിഷവും ഈശോ നമ്മളോട് കൂടെയുണ്ട്, നമ്മുടെ കൈ പിടിച്ച് നടത്തുന്നുണ്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ കളിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കുഞ്ഞുങ്ങളോട് കൂടി സമയം ചെലവഴിക്കുമ്പോൾ, ഓരോ നിമിഷവും ഈശോ നമ്മളോട് കൂടെയുണ്ട്. നമ്മളുടെ കൈകൾ പിടിച്ച് നമ്മളെ കൊണ്ട് ഓരോ കാര്യവും ചെയ്യിക്കുന്നത് നമ്മുടെ ഈശോ തന്നെയാണ്. ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്ന, ഓരോ നിമിഷവും നമ്മളോട് കൂടെ നടക്കുന്ന
ഈ അപ്പൻ നമ്മളോട് കൂടെ ഉള്ളപ്പോൾ എന്തിനാണ് ഹൃദയത്തിൽ ഭാരം വയ്ക്കുന്നത്? എന്തിനാണ് നമ്മൾ വേദനിക്കുന്നത്? നമ്മുടെ എല്ലാ വേദനകളെയും ഭാരങ്ങളെയും എല്ലാം ആ ദിവ്യകാരുണ്യനാഥന് മുന്നിൽ ഇറക്കി വയ്ക്കാം. ഈശോ നമുക്കായിട്ട് അവിടെ കാത്തിരിക്കുകയാണ്, നമ്മളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനായിട്ട്. നമ്മളോടുള്ള അവിടുത്തെ സ്നേഹമാണ് കാൽവരി കുരിശിൽ തിരിച്ചോരയായി ഒഴുകിയത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഹല്ലേലൂയ! ഈശോയെ നന്ദി. എത്ര മനോഹരമാണ് ദൈവപിതാവിന്റെ സ്നേഹം. നമ്മൾ ഒരാൾ പോലും നശിച്ചു പോകാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ വലിയ നോയമ്പ് അവസാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് തിരിച്ചറിയണ്ടേ ആ നല്ല അപ്പന്റെ സ്നേഹത്തെ. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം പുത്രനെ ബലി നൽകിയ സ്നേഹത്തെ, നമ്മളെ മാറോട് ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന പാപങ്ങളുടെ ശിക്ഷ ആ പുത്രന്റെ ശരീരത്തിൽ ഏൽപ്പിച്ച് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുന്ന ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണ്ടേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഹല്ലേലൂയ! നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശരീരത്തിൽ ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷയാണ് ഈശോ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. ഹല്ലേലൂയ! ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ആ തിരിച്ചോരയാളെ നമ്മളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിച്ചു. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപക്കറകളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുന്നു. ആമേൻ. ആ തിരുരക്തം നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആ തിരുമുറിവുകൾക്കുള്ളിൽ നമ്മളെ മറച്ചു വെച്ചിരിക്കുന്നു. ആ തിരുരക്തത്താലെ കഴുകി വിശുദ്ധീകരിച്ച് നമ്മളെ ഓരോരുത്തരെയും മക്കളാക്കി ആ ദൈവപിതാവിനോട് ചേർത്ത് അവിടത്തോട് കൂടി ഇരുത്തിയിരിക്കുന്ന ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുവോ? ഓരോ നോമ്പുകാലത്തിലും സ്വർഗം കൊതിയോടെ നമ്മളെ ഓരോരുത്തരെയും നോക്കുകയാണ്. എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ മക്കളുണ്ടോ? ആ കാൽവരി കുരിശിൽ എന്താണ് നടന്നതെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വന്ന് എന്റെ സ്നേഹത്തിൽ ആഴപ്പെടുന്ന മക്കളുണ്ടോ? ദൈവപിതാവ് കൊതിയോടെ നമ്മളെ ഓരോരുത്തരെയും നോക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നോമ്പുകാലം 50 ദിവസത്തെ നോമ്പെടുത്തു കഴിഞ്ഞ് ആ ഒരാഴ്ചക്കാലം, വലിയ ആഴ്ചയുടെ ആ ഒരാഴ്ചക്കാലം ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി ധ്യാനിച്ച് ആ 50 നോമ്പ് തീരുന്നതോടുകൂടി സാധാരണ നമ്മളെല്ലാവരും ആ
പീഡാനുഭവത്തെക്കുറിച്ച് മറന്നുപോകും. നമ്മളുടേതായ ലോകത്തിലേക്ക് കടന്നു വരും. എന്നാൽ ആ ഒരു 50 ദിവസം കൊണ്ട് തീരേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ നമ്മളുടെ ഹൃദയത്തിലാണ് പതിക്കേണ്ടത്. ഈശോ സഹിച്ച വേദനകൾ നമ്മളുടെ ഹൃദയത്തിലാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ആ മുറിവുകൾ ആഴത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് പിരിയാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിന്റെ മാധുര്യം ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് പിരിയാൻ പറ്റത്തില്ല. സ്വർഗം മുഴുവൻ നമ്മളെ നോക്കുകയാണ്. ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിനായിട്ട്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. അവസാന നിമിഷം പോലും ഈശോ ദാഹിച്ചത് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാം നിറവേറിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഹല്ലേലൂയ. അവസാന തുള്ളി രക്തം പോലും നമുക്കായിട്ട് ഒരുക്കിയ ഈശോ, ആ സ്നേഹം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന ആ നിമിഷത്തിനായിട്ട് ദാഹിക്കുകയാണ്. ഇന്ന് ഈ ദിവസം നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോയുടെ തിരുമുറിവുകളെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറാനായിട്ട് ആഗ്രഹിക്കാം. നമ്മിലൂടെ അനേകര് ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എല്ലാം ദൈവത്തിനറിയാം. ഓരോ സഹനങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ പറയുന്നുണ്ട്, എന്റെ കുരിശിലേക്ക് നോക്കൂ, നിന്റെ വേദനകളും സഹനങ്ങളും എല്ലാം ഞാൻ ഏറ്റെടുത്തതാണ്. നിന്റെ ദുഃഖങ്ങൾക്ക് എന്റെ കുരിശോളം ദൂരമേ ഉള്ളൂ. നീ എന്റെ സ്നേഹത്തെ ഒന്നറിയുന്ന നിമിഷം നിന്റെ സഹനങ്ങൾ ഇല്ലാതായിത്തീരും, നിന്റെ വേദനകൾ ഇല്ലാതായിത്തീരും. ഞാൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മെ ഓരോരുത്തരെയും അത്രയധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഈശോയുടെ അടുത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുടെയും പഴയ ജീവിതത്തിലേക്ക് ഈശോ നോക്കിയിട്ടില്ല. എത്ര പാപിയായിരുന്നാലും ഈശോ തന്റെ മാറോട് ചേർത്ത് നിർത്തി തന്റെ തിരുഹൃദയത്തിലെ ചോരയാലെ കഴുകി വിശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി മാറ്റും. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അവസാന നിമിഷം നല്ല കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്തപ്പോൾ ഈശോ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ നീ എത്ര പാപിയായിക്കൊള്ളട്ടെ, അവസാന നിമിഷമെങ്കിലും മരണസമയത്തെങ്കിലും നീ എന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ, എന്റെ കുരിശിലേക്കൊന്ന് നോക്കിയാൽ നീ പറുദീസയിലായിരിക്കും. എനിക്ക് നിന്റെ ഹൃദയമാണ് വേണ്ടത്. നിന്റെ പ്രവൃത്തികളിലല്ല ഞാൻ നോക്കുന്നത്,
നിന്റെ ഹൃദയമാണ് എനിക്ക് വേണ്ടത്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളെല്ലാം ഈശോയ്ക്കറിയാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഈശോയെ തള്ളി പറയുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഈശോ നമ്മളോട് പറയുകയാണ്, പത്രോസ്ലീഹായെ ഒന്ന് നോക്ക്, 3 തവണ എന്നെ തള്ളിപ്പറഞ്ഞവനാണ്. എന്നാൽ എന്റെ സ്നേഹപൂർണമായ ആ ഒരു നോട്ടം, ആ നോട്ടം അവന്റെ ഹൃദയത്തെ ആഴത്തിൽ പതിച്ചു. നമ്മൾ ബലഹീനരായിപ്പെടുമ്പോൾ, നമ്മൾ ഈശോയെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ, ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. അന്ന് പത്രോസ്ലീഹായെ നോക്കിയ പോലെ, എന്റെ മകനെ, എന്റെ മകളെ, നിനക്കെന്റെ കൃപ മതി. ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമാകുന്നത്. പൗലോസ്ലീഹായോട് പറഞ്ഞ പോലെ ഈശോ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, നിനക്കെന്റെ കൃപ മതി. നിന്റെ ബലഹീനത എനിക്കറിയാം. തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നീ എന്റെ അടുത്തേക്ക് ഓടി വരുന്ന നിമിഷം ഞാൻ നിന്നെ ചേർത്ത് നിർത്തും. നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ കോശങ്ങളെ പോലും ഈശോയ്ക്കറിയാം. ഈശോയാണ്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ദൈവത്തിനറിയാം. നമ്മിൽ നിന്ന് എന്തൊക്കെ വരുമെന്ന് ദൈവത്തിനറിയാം. നമ്മൾ ഒരു വസ്തു നിർമ്മിച്ചാല്, ഒരു മിഷൻ നിർമ്മിച്ചാല്, ആ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് അറിയാതിരിക്കുമോ? എത്ര ബലഹീനരായാലും, എത്ര പാപിയായാലും, ആ ഈശോയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഈശോ നമ്മളെ മാറോട് ചേർത്ത് നിർത്തും. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മളുടെ ബലഹീനതകളോടുകൂടിയാണ് ദൈവപിതാവ് നമ്മളെ സ്നേഹിക്കുന്നത്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളുടെ ബലഹീനതകൾ അറിഞ്ഞുകൊണ്ടാണ്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആ ബലഹീനതകളിൽ തുടരാനായിട്ട് പറ്റത്തില്ല. ആ ബലഹീനതകളിൽ വീണു പോവാതെ ഈശോയുടെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിക്കും. മഗ്ദലന മറിയം പിന്നീട് പാപം ചെയ്യാനായിട്ട് മഗ്ദലന മറിയത്തിന് സാധിക്കാതിരുന്നത് ഈശോയുടെ സ്നേഹം, ആ സ്നേഹം ആ ഹൃദയത്തിൽ ആഴപ്പെട്ടതുകൊണ്ടാണ്. ഈ നോമ്പുകാലത്ത് നമ്മളെ സ്വീകരിച്ച, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഈശോയുടെ സ്നേഹം, ആ സ്നേഹത്തിൽ മുന്നോട്ട് പോവാനായിട്ട് നമ്മളിലൂടെ അനേകരിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഓശാന ഞായറാഴ്ച ഹൃദയത്തിൽ നിന്നും ജെറുസലേം നിവാസികള് ആ നല്ല രാജാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓശാന പാടിയതുപോലെ നമ്മുടെ ഹൃദയത്തില് നമ്മുടെ രക്ഷകനെ തിരിച്ചറിഞ്ഞ്, നമ്മുടെ രക്ഷയ്ക്കായിട്ട് സ്വന്തം ജീവൻ ബലി നൽകി നമ്മളെ സ്നേഹിച്ച ദൈവത്തെ, ഈശോയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആ ഈശോയ്ക്ക് ഒരിടം കൊടുക്കാം.
നമ്മുടെ ഹൃദയത്തിലായി ഈശോയെ വഹിക്കാം. ഓശാന ഞായറാഴ്ച ഈശോയെ വഹിച്ച ആ കഴുതയെ പോലെ നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ വഹിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ വഹിക്കുമ്പോൾ നമ്മളെ കാണുന്നവര് ഈശോയെ കാണും, നമ്മളെ കേൾക്കുന്നവർ ഈശോയെ കേൾക്കും. നമ്മളുടെ കരങ്ങള് ഈശോയുടെ കരങ്ങളാവും. ഓശാന ഞായറാഴ്ച ഈശോയെ വഹിച്ച ആ കഴുതയുടെ പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടെങ്കിൽ ഈശോയെ വഹിക്കുന്ന, ഈശോയെ ഹൃദയത്തിൽ വഹിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിച്ചുയർത്തും. നമ്മൾ എവിടെ തഴയപ്പെട്ടോ, എവിടെ താഴ്ത്തപ്പെട്ടോ അവിടെ നമ്മൾ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. മഹത്വം മഹത്വം മഹത്വം. ഈ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുമുറിവുകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ മുറിവുകളെ ആഴത്തിൽ ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഓരോ രഹസ്യം ചെല്ലുമ്പോഴും ഈശോയുടെ തിരുമുറിവുകളിലൂടെ നമ്മിലേക്ക് കടന്നു വന്ന അനന്തമായ കൃപയെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ ജോലി മേഖലകളിലേക്ക് ആ കുരിശിൽ നിന്നും കടന്നു വരുന്ന അനന്തമായ സ്നേഹത്തെ ഓർത്ത്, അനന്തമായ കൃപയെ ഓർത്ത് നന്ദി പറയാം. ഒരു പുതിയ സൃഷ്ടിയായി മാറാനായിട്ട് കൊതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വയ്ക്കാം. കാൽവരി കുരിശിലൂടെ, ആ തിരുബലിയിലൂടെ നമ്മളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം അവിടെ നൽകിയതിനായിട്ട് നന്ദി പറയാം. ഈശോയെ നന്ദി. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നതിന് ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ ഈ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്
പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്
പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിലും 6 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു: നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവനും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ദൈവപിതാവിന്റെ നമ്മളോടുള്ള അനന്തമായ സ്നേഹമാണ് കാൽവരി കുരിശിൽ തിരുരക്തമായി ഒഴുകിയത്. ഈശോ ഏറ്റെടുത്ത ഓരോ ചാട്ടവാറടിയും അതിദാരുണമായ പീഡാസഹനങ്ങളും നമുക്ക് വേണ്ടിയിട്ടായിരുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് വിശുദ്ധരായിട്ട് മാറാം. ഈ സ്നേഹം നമ്മളെ വിശുദ്ധരാക്കി മാറ്റും. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പുതിയ ഉടമ്പടിയുടെ രക്തം, ആ രക്തം നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് സ്വർഗത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ ദിവ്യബലിയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മളെ തിരിച്ചോരയാലെ കഴുകി വിശുദ്ധരാക്കി മാറ്റുന്നു, പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. ഈശോയെ, ഇന്നുവരെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് പരിശുദ്ധ കുർബാനകളെ ഓർത്ത് മാപ്പപേക്ഷിക്കുന്നു.
ഇനിയുള്ള ഓരോ പരിശുദ്ധ കുർബാനയിലും എന്റെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ കാൽവരി കുരിശിൻ ചുവട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ, ആ തിരിച്ചോരിയാലെ നമ്മൾ ഓരോരുത്തരും കഴുകപ്പെടുന്നെന്നുള്ള ബോധ്യത്തോടെ ആ കുർബാനയിൽ പങ്കുകൊണ്ട് നിന്റെ സ്നേഹത്തിൽ ആഴപ്പെട്ട് പുതിയ സൃഷ്ടിയായിട്ട് മാറാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല, ഞങ്ങളുടെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, അവിടുത്തെ കരുണയാണ് എല്ലാത്തിനും നിദാനം, അവിടുത്തെ കൃപയാണ് എല്ലാത്തിനും നിദാനം. ഈശോയെ, ആ കുരിശിൽ നിന്നൊഴുകുന്ന അനന്തമായ കൃപയാല് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ തിരുമുറിവുകൾക്കുള്ളിൽ ഞങ്ങളെ മറച്ചു വെച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ഞങ്ങളുടെ ബലമാണ് അവിടുത്തെ കുരിശ്. ആ കുരിശ് രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി അത് അവിടുത്തെ കൃപയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഓരോ നിമിഷവും നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷവും ആ സ്നേഹത്തിൽ ആഴപ്പെട്ട് ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ 24/7 നിന്റെ സ്നേഹം അനുഭവിക്കാൻ, നിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ, നിന്റെ പ്രസൻസ് തിരിച്ചറിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നേക്കും നിലനിൽക്കുന്ന ആ സന്തോഷം, ആ സന്തോഷത്തിനായിട്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അവിടുന്ന് പകർന്നു നൽകിയിരിക്കുന്ന ആ സന്തോഷം ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നു. ഈശോയുടെ സ്നേഹം, ഈശോ പൊതിഞ്ഞു പിടിക്കുന്ന അനുഭവം. ആമേൻ, ഹല്ലേലൂയ. ശരീരമാകെ തണുപ്പായിട്ട് ഈശോയെ, നിന്റെ സ്നേഹം ഞങ്ങളെ പൊതിയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. എല്ലാ രോഗാവസ്ഥകളും ഈശോയെ ആ കാൽവരി കുരിശിൽ നിന്നൊഴുകുന്ന കൃപയാലെ, ഈശോയെ ആ തിരിച്ചോരിയാലെ കഴുകി എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും ഈ നിമിഷം ഞങ്ങളെ വിടുവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ 1 പത്രോസ് 2:24 പറയുന്നു, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ തിരുമുറിവുകളാൽ ഞങ്ങൾ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ആന്തരിക മുറിവുകളെ, ഞങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകളെ, രോഗാവസ്ഥകളെ ഈശോയെ സൗഖ്യപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ വേദനകൾ ഈ നിമിഷം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളെ അവിടുത്തെ മാറോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം ഈശോയെ അവിടുത്തെ കൃപയാണ്. ഈശോയെ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ. നിത്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.